നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിമാനാപകടത്തിൽ ദാരുണാന്ത്യം. വിമാനം തകർന്നത് ബാരാമതിയിലെ ലാൻഡിങ്ങിനിടെ. വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു. വിടവാങ്ങിയത് ബാരാമതിയുടെ പ്രിയപ്പെട്ട നേതാവ്. അജിത് പവാറിനൊപ്പം ഉണ്ടായിരുന്ന 4 പേരും മരിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ച DGCയെ വിവരങ്ങൾ തേടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. അനുശോചിച്ച് പ്രമുഖർ. SNDP NSS ഐക്യം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിഷ്കളങ്കൻ. ഐക്യമുണ്ടാക്കേണ്ടത് നായാടി മുതൽ നസ്രാണി വരെയെന്നും SNDPക്ക് മുസ്ലിം വിരോധമില്ലെന്നും SNDP ജനറൽ സെക്രട്ടറി. നായർ വിഭാഗം സഹോദര സമുദായമെന്നും ഇന്നല്ലെങ്കിൽ നാളെ ഐക്യമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. രണ്ടായിരത്തി 24-25 സമ്പദ് വ്യവസ്ഥ ഉയർന്ന നേട്ടം കൈവരിച്ചതായി സാമ്പത്തിക സർവേ. ആഭ്യന്തര ഉൽപാദനം 6.19% ഉയർന്നു. സംസ്ഥാന ബജറ്റ് നാളെ ജനക്ഷേമ ബജറ്റായിരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അമൃത വാർത്തകളോട്. മന്ത്രി V ശിവൻകുട്ടിക്കെതിരായ പരാമർശത്തിൽ VD സതീഷിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ്. സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ അടിയന്തര പ്രമേയം. നിയമസഭയിൽ ചർച്ച. പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. സമസ്ത മേഖലയിലും വികസനം കൈവരിച്ച് രാജ്യം കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സാമ്പത്തിക മുന്നേറ്റവും പ്രതിരോധ രംഗത്തെ പുരോഗതിയും എടുത്തു പറഞ്ഞു. കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക്. 3ാം ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചത് പത്തനംതിട്ട സെഷൻസ് കോടതി. പരാതിക്കാരെയോ അതിജീവിതകളെയോ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് ഉപാധി. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തിരുവനന്തപുരത്തും CPM-നെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാരോപണം. പരാതിയുമായി രംഗത്തുവന്നത് വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ കുടുംബം. ഫണ്ട് വെട്ടിച്ചതിന് നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിക്ക് CITU ജില്ലാ സെക്രട്ടറി പദവി നൽകി. തിരിച്ചെടുക്കാൻ ഇടപെട്ടത് മന്ത്രി ശിവൻകുട്ടിയെന്നും ആക്ഷേപം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. രാവിലെ 8:45 ബാരാമതിയിലായിരുന്നു സംഭവം. ലാൻഡിങ്ങിനിടെ തകർന്നു വീണ വിമാനം പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേർക്കും ജീവൻ നഷ്ടമായി. അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് DGCയെ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിവരങ്ങൾ തേടി. മഹാരാഷ്ട്രയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 8:45 മഹാരാഷ്ട്ര പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം സഞ്ചരിച്ചിരുന്ന ചാർട്ടേഡ് വിമാനം തകർന്നു വീണത്. 2ആയി പിളർന്ന വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. പരിക്കുകളോടെ വിമാനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നെങ്കിലും അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആശങ്ക ഉയർന്നിരുന്നു. വൈകാതെ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരുടെയും മരണം DGCയെ സ്ഥിരീകരിച്ചു. ബാരാമതി വിമാനത്താവളത്തിലെ റൺവേയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വിമാനം ഇടിച്ചിറങ്ങി എന്നാണ് പ്രാഥമിക നിഗമനം. വിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നും സാങ്കേതിക തകരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കനത്ത പുക ഉയർന്നത് കണ്ടതോടെയാണ് ഗ്രാമവാസികളടക്കം ഇവിടേക്ക് കുതിച്ചെത്തിയത്. പിന്നാലെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്കെത്തി. അജിത് പവാറും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പേഴ്സണൽ അസിസ്റ്റന്റുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 4 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ് അജിത് പവാർ ജന്മനാടായ ബാരാമതിയിലെത്തിയത്. മുംബൈയിൽ നിന്നും 260 കിലോമീറ്റർ അകലെയാണ് ബാരാമതി. രാവിലെ 8 മണിക്കായിരുന്നു യാത്ര തിരിച്ചത്. ആ സമയം വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. LNS ഏവിയേഷന്റെ ലിയർജെറ്റ് 45 എന്ന പ്രൈവറ്റ് ജെറ്റിലാണ് അജിത് പവാർ സഞ്ചരിച്ചത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം പരിശോധിക്കുന്നതിലൂടെ മാത്രമേ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് അധികൃതർ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വ്യത്യസ്തതകളോടെ നിലയുറപ്പിച്ച അനിഷേധ്യ നേതാവിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ ഞെട്ടലിലാണ് രാജ്യം. ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന ബാരാമതിയുടെ സ്വന്തം അജിത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക്. കരുത്തുറ്റ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട് നിന്ന നേതാവായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് ഉദയം കൊണ്ട അജിത് പവാർ. ശരത് പവാറിനൊപ്പം നടന്ന് ജനമനസ്സുകളിൽ ഇടം നേടിയ അജിത് പവാർ എന്നും പവർ പൊളിറ്റിക്സിനൊപ്പം നടന്ന ആൾ കൂടിയാണ്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിന്റെ എല്ലാ ചേരുവകളും വശമുള്ള അജിത് പവാർ ശരത് പവാറിനൊപ്പം നിന്നു. പിന്നീട് ശരത് പവാറിന് എതിരുമായി.
ദേശീയ രാഷ്ട്രീയത്തിലും പ്രമുഖനായി വളർന്ന അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് നടന്നുകയറാൻ അജിത് പവാറിന് കഴിഞ്ഞു. ശരത് പവാറിന്റെ ബന്ധു കൂടിയായ അജിത് പവാർ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചാണ് രാഷ്ട്രീയരംഗത്ത് ചൂടുറപ്പിക്കുന്നത്. പൂനെയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 91 ബാരാമതിയിൽ നിന്ന് നിയമസഭാംഗമായി. പിന്നീട് തുടർച്ചയായി ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 91 തന്നെ സുധാകർ റാവു നായിക്കിന്റെ മന്ത്രിസഭയിൽ അംഗമായ അജിത് പിന്നീട് 5 തവണ ക്യാബിനറ്റ് മന്ത്രിയായി. ഒരിക്കലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അജിത് പവാർ പരാജയം അറിഞ്ഞില്ല. 2019 ശരത് പവാറുമായി അകലുന്നത്. ഇത് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NCP ശക്തി കേന്ദ്രമായ മാവലിൽ മത്സരിച്ച് മകൻ പാർത്ഥ് പവാർ ശിവസേന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതോടെയാണ് അജിത് പവാർ ശരത് പവാറുമായി അകൽച്ചയിലായത്. തുടർന്ന് മഹാവികാസ് അഘാഡി സഖ്യം രൂപവൽക്കരിച്ചപ്പോൾ ആ സഖ്യത്തിൽ ഉപമുഖ്യമന്ത്രിയായി. 2022 ഉപമുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ സ്ഥാനം രാജിവെച്ചതോടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2023 NCP ദേശീയ അധ്യക്ഷ സ്ഥാനം ശരത് പവാർ രാജിവെച്ചതോടെ വർക്കിംഗ് പ്രസിഡന്റുമാരായി ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും പ്രഫുൽ പട്ടേലിനെയും തെരഞ്ഞെടുത്തു. തഴയപ്പെട്ട അജിത് നേതൃപദവി ആവശ്യപ്പെട്ടെങ്കിലും ശരത് പവാർ വഴങ്ങിയില്ല. ഇതോടെ NCP പിളർത്തി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. ഈ മാറ്റം ശരത് പവാർ പ്രതീക്ഷിച്ചിരുന്നതേയല്ല. NCPയുടെ 53 MLA-മാരിൽ 29 പേരുമായി രാജ്ഭവനിലെത്തിയാണ് അജിത് അട്ടിമറി നീക്കം നടത്തിയത്. അജിത്തിന്റെ സഹായത്തോടെ 288 അംഗ നിയമസഭയിൽ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് 204 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു. നിയമസഭയിലെ അയോഗ്യത ഒഴിവാക്കുന്നതിനായി NCPയിൽ ആകെയുള്ള 53 MLA-മാരിൽ 40 പേരുടെ പിന്തുണ അജിത് പവാർ ഉറപ്പിച്ചു. അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരവും ലഭിച്ചു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നയിച്ച മഹായുതി സഖ്യത്തിൽ നിന്ന് 59 ഇടങ്ങളിൽ മത്സരിച്ച അജിത് പവാറിന്റെ പാർട്ടിയായ NCP 41 സീറ്റുകളിൽ വിജയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിലെയും മഹാരാഷ്ട്ര നിയമസഭയിലെയും മൂന്നാമത്തെ വലിയ പാർട്ടിയായി അജിത്തിന്റെ NCP മാറി. അണികൾക്കിടയിൽ വലിയ ജനസ്വാധീനം ചെലുത്തി മുന്നേറുന്നതിനിടയിലാണ് അജിത് പവാറിന്റെ അപ്രതീക്ഷിതമായുള്ള അപകടമരണം. അജിത് പവാറിന് ശേഷമുള്ള NCPയുടെ ഭാവി ഇനി എങ്ങനെ, എന്ത്, അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അജിത് പവാറിന്റെ മരണവാർത്ത ഞെട്ടിക്കുന്നത് എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മഹാരാഷ്ട്രയിലെ കരുത്തനായ നേതാവാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുടർന്നത്. അദ്ദേഹവുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല എങ്കിലും വ്യക്തിപരമായ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. രേഖപ്പെടുത്താനും സംതൃപ്ത കുടുംബങ്ങൾക്ക് വളരെ വേഗം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. അത്തരം വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ സാങ്കേതികവും യുക്തിസഹമായ മഹാരാഷ്ട്രയിലെ അനിഷേധ്യനായിരുന്ന അജിത് പവാറിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടലിലാണ് നേതാക്കൾ. പ്രമുഖർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. പെട്ടെന്നുണ്ടായ ഈ വിമാന അപകടം മഹാരാഷ്ട്രയ്ക്ക് ഒരു വലിയ അവിടെ നമുക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ NSUയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്രയിലെ ചുമതല കൂടി ഉള്ളപ്പോൾ വളരെ അടുത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. जी बहुत ही दुखद समाचार है और समस्त पवार परिवार और जितने भी समर्थक हैं उनको हमारी तरफ से संवेदना और शोक मैंने बात की सुप्रिया जी से भी और उनकी मिसेज से भी. इसकी वार्ता आने के बाद समूचे महाराष्ट्र में बहुत ही दुख का वातावरण तैयार हुआ है. हम सभी के लिए इस प्रकार के जननेता को खोना एक अपरिमित इस प्रकार की हानि है. व्यक्तिगत मेरे लिए वो एक बहुत ही दमदार और दिलदार इस प्रकार के मित्र थे और हम दोनों ने साथ में काफ़ी संघर्ष का काल भी देखा है. മറ്റു വാർത്തകളിലേക്ക്. SNDP NSS ഐക്യം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേവലം നായർ ഈഴവ ഐക്യമല്ല താൻ പറഞ്ഞത്. SNDPക്ക് മുസ്ലിം വിരോധമില്ല. സുകുമാരൻ നായർ നിഷ്കളങ്കനും മാന്യനുമാണ്. സുകുമാരൻ നായരെ തള്ളി പറയാനില്ലെന്നും സുകുമാരൻ നായർ തന്നെ കരുത്തനാക്കിയ ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു.
രാജാവ് നഗ്നനാണെന്ന് പറയണമെങ്കിൽ നിഷ്കളങ്കനായ ഒരു കുട്ടിക്ക് സാധിക്കൂ. അതുപോലെ നിഷ്കളങ്കനായ സുകുമാരൻ നായർ. ഈ ഐക്യം കാലഘട്ടത്തിൽ വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളുടെ ഇടയിലുണ്ടെന്നുള്ള ഉൾവിളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നടിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം കൂടുതൽ വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, SNDP NSS ഐക്യം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരെ സ്നേഹത്തോടെ തിരുത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം തന്നെ സുകുമാരൻ നായരെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് ചേർത്ത് നിർത്തുന്നതും കാണാം. തീർച്ചയായും അതുതന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നതും ആ നിലയിലുള്ള പ്രസ്താവന തന്നെയാണ്. സുകുമാരൻ നായരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തനിക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ട ഘട്ടത്തിൽ പൊതുസമൂഹം തന്നെ വേട്ടയാടുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ തന്നെ വേട്ടയാടുന്ന ഘട്ടത്തിൽ എല്ലാം തന്നെ ചേർത്ത് നിർത്തിയ ഒരു സഹോദരൻ കൂടിയാണ് സുകുമാരൻ നായർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഒരു ബന്ധത്തെ ചേർത്ത് നിർത്തുന്നത്. ഈ ഐക്യം എന്നത് ഇനിയാണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയെ കൂടി വെള്ളാപ്പള്ളി മുന്നോട്ട് വെക്കുന്നുണ്ട്. തുഷാറിനെ സ്വന്തം മകനെ പോലെയാണ് സുകുമാരൻ നായർ സ്വീകരിച്ചത്. ഈ തീരുമാനം എന്ന് പറയുന്നത് സുകുമാരൻ നായരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ല, ബോർഡിന്റെ തീരുമാനമാണ്. ആദ്യഘട്ടത്തിൽ SNDPയുമായി ചേർന്ന് നിൽക്കുവാനാണ് NSS തീരുമാനിച്ചിരുന്നത്. അത് തന്നെ അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരു സമുദായ സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ആ തീരുമാനം എടുക്കുമ്പോൾ ബോർഡിന്റെ തീരുമാനമായി അത് മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സുകുമാരൻ നായർ കഴിയില്ല. എല്ലാ ഘട്ടത്തിലും സഹോദര തുല്യനായിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു സുകുമാരൻ നായർ എന്നുകൂടി വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് അല്ലെന്നും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലല്ല ഉണ്ടാകുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. അത് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളതും. മുൻപ് സമാനമായ രീതിയിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തനിക്ക് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നെല്ലാം വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യമുണ്ടായി. പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ താൻ കയറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് തന്നെ വേട്ടയാടുവാൻ, തന്നെ കത്തിക്കുവാനുള്ള കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളെല്ലാം നടന്നു. തന്നെ അങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം ചേർത്ത് നിർത്തിയ ആൾ കൂടിയാണ് സുകുമാരൻ നായർ. തീർച്ചയായും നായർ സമുദായം എന്ന് പറയുന്നത് SNDPയോടൊപ്പം ചേർന്ന് സമുദായം. ശരി അജയ്, SNDP NSS ഐക്യം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്ന് സുകുമാരൻ നായരെ തിരുത്തുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അജയ് നാഥ്. ആരോഗ്യമേഖലയിലെ അനാസ്ഥയും വീഴ്ചയും ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന്മേൽ നിയമസഭയിൽ 2 മണിക്കൂർ ചർച്ച. സിസ്റ്റത്തിന്റെ തകരാർ മാറുന്നില്ല എന്നും റിപ്പോർട്ടുകൾ തേടുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ല എന്നും പ്രതിപക്ഷം. ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ഭരണപക്ഷവും പറയുന്നു. കൊണ്ട് വീട് നിർമ്മിക്കുന്നവർക്ക് ആരോഗ്യ മേഖലക്കെതിരായും എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ആക്ഷേപമില്ല സർ. സർ, സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിട്ട വർഷങ്ങളിലൂടെയാണ് സർ കേരളം പോയത്. സ്ഥിതി ഭദ്രമായിരുന്നില്ല. പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ആരോഗ്യ മേഖലയിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ കേരളത്തിനായി നിപ്പയെ ഈ സംസ്ഥാനം പിടിച്ചുകെട്ടി സർ. കോവിഡിനെ നിലക്ക് നിർത്തി സർ. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ ഓരോന്നായി ഭരണപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ മറുവശത്ത് പ്രശ്നങ്ങൾ, സിസ്റ്റത്തിന്റെ തകരാറുകൾ അക്കമിട്ട് നിരത്തുകയാണ് പ്രതിപക്ഷം. ചർച്ച ഏത് രീതിയിൽ പുരോഗമിക്കുന്നു അവിടെ? അടിയന്തര പ്രമേയത്തിന് 2 മണിക്കൂറാണ് ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. 12 മണിക്ക് ആരംഭിച്ചിരിക്കുന്നു ചർച്ച. വലിയ രീതിയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. കാരണം ആരോഗ്യ മേഖലയിലെ അനാസ്ഥയും വീഴ്ചയും, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന കടുത്ത ആരോപണമാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുന്ന ഓരോ അംഗങ്ങളും പറയുന്നത്. ഓരോ അർത്ഥമില്ല, അതായത് ഡോക്ടർ ഹാരിസ് ഇറക്കലിന്റെ വാദങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി ഓരോ തവണയും ഈ 2ാം പിണറായി സർക്കാർ ആരോഗ്യ മേഖലയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധികാരമേറ്റ് ഈ 5 വർഷക്കാലം ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഓരോ വീഴ്ചകളും അക്കമിട്ട് നിരത്തിയാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിച്ച ഓരോ അംഗങ്ങളും ഈ ആരോപണങ്ങൾ, കടുത്ത ആരോപണങ്ങൾ, പ്രതിഷേധങ്ങളുമാണ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതേസമയം ഭരണപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന അംഗങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഏറ്റവും മികച്ച നേട്ടം കൈവരിക്കുന്ന സംസ്ഥാനം ഏതെന്ന്
ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനവും ഇല്ല എന്നും ആരോഗ്യ മേഖലയിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സംസ്ഥാനം പാലിക്കുന്ന ബഹുമതികൾ അടക്കം ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷത്തിൽ സംസാരിക്കുന്ന ഓരോ അംഗങ്ങളും അടിയന്തര പ്രമേയത്തെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ പ്രമേയ അവതാരകനായ പി സി വിശ്വനാഥ് അടക്കം ആരോഗ്യമേഖല തകർന്ന് തരിപ്പണമായെന്ന രീതിയിൽ ഓരോ സംഭവ വികാസങ്ങൾ ഉയർത്തി ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നു. എന്നാലും അല്പം സമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി വിശദമായൊരു മറുപടി നൽകും. അപ്പോൾ ഏത് രീതിയിലാകും ഈ അടിയന്തര പ്രമേയത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി നേരിടുക എന്നാണ് കാണേണ്ടത്. ശരി അൻഫിൽട്ട്, ആരോഗ്യമേഖലയിലെ അനാസ്ഥയും വീഴ്ചയും ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന്മേൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് നിയമസഭയിൽ നടക്കുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വീണ്ടും സമരവുമായി ഹർഷീന. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിലെ സത്യഗ്രഹ സമരം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാഴായെന്നും പ്രോസിക്യൂഷൻ വീഴ്ചയെ തുടർന്ന് ഹൈക്കോടതി വിചാരണ സ്റ്റേ ചെയ്തെന്നും ആരോപിച്ചാണ് ഹർഷീനയുടെ സമരം. 6 വർഷം മുൻപാണ് പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പ്രസവശേഷം അസ്വസ്ഥത വിട്ടുമാറാതിരുന്ന ഹർഷീനയുടെ വയറ്റിൽ നിന്ന് ഈ കത്രിക പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തത്. 2 ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തെങ്കിലും കുന്ദമംഗലം കോടതിയിലെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതോടെയാണ് വീണ്ടും സമരവുമായി ഹർഷീന രംഗത്തെത്തുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലെ ഉപവാസ സമരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ലാതെ ആരോഗ്യമന്ത്രി ഒരു വാക്കും പാലിക്കുന്നില്ല. ഒരു തരത്തിലും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പറ്റിച്ചുവെന്നും സമരപ്പന്തലിലെത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതല്ലാതെ നീതി ലഭിച്ചില്ല എന്നും ഹർഷീന ആരോപിച്ചു. ആരോഗ്യമന്ത്രി സമരപ്പന്തൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഹർഷീനക്ക് പരിഹാരം ഉണ്ടാകും, ഇത്രയും വലിയ വേദന അനുഭവിച്ച ഒരാൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഉറപ്പ് തന്ന് 15 ദിവസത്തിനുള്ളിൽ പരിഹാരം പറഞ്ഞു പോയ ഒരാളാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത സമരത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു വന്നത്. അതൊരിക്കലും നമുക്ക് പര്യാപ്തമല്ല. നമ്മളെ നഷ്ടങ്ങൾക്ക് ഒരു തരത്തിലും ഒരു പരിഹാരമാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മളത് പോരാന്ന് പറഞ്ഞു, നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതുവരെ ഒരു തരത്തിലുള്ള അനുകൂലനോ നമുക്ക് ഉണ്ടായിട്ടില്ല. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷീനയുടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ സംഘത്തിലുള്ള ഡോക്ടർ CK രമേശൻ, ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ M രഹ്ന, KG മഞ്ജു എന്നിവരാണ് കേസിലെ പ്രതികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിച്ചതായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. GSDP 9.97% ഉയർന്നതായും തനത് വരുമാനത്തിൽ 2.7% വളർച്ചയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ധനക്കമ്മി 3.86%, റവന്യൂ കമ്മി 2.49% ഉയർന്നിട്ടുണ്ട്. നാളെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സഭയിൽ വെച്ചത്. സംസ്ഥാന ബജറ്റ് നാളെയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ജീവനക്കാരുടെ ക്ഷാമബദ്ധ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൂർണ്ണമായും ജനക്ഷേമ ബജറ്റായിരിക്കുമെന്നും ജനകീയ ബജറ്റ് അവതരിപ്പിക്കാൻ സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ല എന്നും ധനമന്ത്രി KN ബാലഗോപാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടെ ജനപ്രിയ ബജറ്റ് എങ്ങനെ അവതരിപ്പിക്കാനാകുമെന്ന ചോദ്യങ്ങളാണ് സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. കാശില്ലാതെ കയ്യടി നേടാൻ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ വിഭവ സമാഹരണം എങ്ങനെയാകുമെന്ന് ധനമന്ത്രി വിശദീകരിക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കാൻ എന്ത് മാജിക്കാകും കാട്ടുക എന്ന ചോദ്യം ധനമന്ത്രി തള്ളുകയാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ബജറ്റ് തന്നെയാകും ഉണ്ടാകുകയെന്നും സാമ്പത്തിക ഞെരുക്കം വെല്ലുവിളിയല്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബജറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, തയ്യാറാക്കുന്നത്. കേരളത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവാൻ, നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കൂടുതൽ ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട വശങ്ങളുണ്ടാവാൻ സാമൂഹ്യക്ഷേമ പദ്ധതികളും പിന്നെ പുതിയ ജോലി സാധ്യതകളെല്ലാം ചേർത്തുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക ക്രൈസിസിനെ നേരിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. നല്ല മുന്നോട്ട് വരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയും ആ ക്രൈസിസിനെ നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ കിട്ടാനുള്ള പണം കിട്ടണമല്ലോ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന്. ജനകീയ ബജറ്റായിരിക്കും. പ്രധാന ആകർഷണങ്ങളായ സാമൂഹ്യക്ഷേമ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പദ്ധതി, ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കമ്മീഷൻ, റബ്ബറിന്റെ താങ്ങുവില തുടങ്ങിയവയ്ക്കായി വലിയൊരു തുക ബജറ്റിൽ മാറ്റിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി ഞെട്ടിച്ചുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത് ഒരു വിസ്മയ ബജറ്റ് ആകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്.
ആൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ്. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങളിലാണ് അവകാശ ലംഘനത്തിന് സ്പീക്കർക്കാണ് നോട്ടീസ് നൽകിയത്. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ മോശം പരാമർശത്തിൽ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജോയ് MLA ആണ് നോട്ടീസ് നൽകിയത്. കേരള നിയമസഭയിലെ ഒരു അംഗത്തെ അപമാനിച്ചുവെന്നും പൊതുജന മധ്യത്തിൽ അവഹേളിച്ചുവെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നുമാണ് നോട്ടീസിലെ ആവശ്യം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. സമസ്ത മേഖലയിലും വികസനം കൈവരിച്ച് രാജ്യം കുതിക്കുകയാണ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. കഴിഞ്ഞ 11 വർഷം രാജ്യം സാമ്പത്തികമായി വൻതോതിൽ മുന്നേറിയെന്ന് പറഞ്ഞ രാഷ്ട്രപതി പ്രതിരോധ രംഗത്തെ പുരോഗതിയും ചൂണ്ടിക്കാട്ടി. ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതിയെ ചെങ്കോൽ നൽകിയാണ് സ്വീകരിച്ചാനയിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. എല്ലാ മേഖലകളിലും വികസനം കൈവരിച്ച് രാജ്യം മുന്നോട്ട് കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്നും വൻതോതിൽ മുക്തി നേടി. ആധുനിക പശ്ചാത്തല സൗകര്യങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വളർന്നുവെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. व्यवस्था का निर्माण करने में सफल हो रहा है. इससे करदाताओं की एक पाई देश के विकास और जनकल्याण से खर्च हो रही है. भारत आज आधुनिक इंफ्रास्ट्रक्चर पर अभूतपूर्व निवेश कर रहा है. जल, थल, नभ हर क्षेत्र में भारत की तेज गति आज विश्व में चर्चा का विषय है. കഴിഞ്ഞ 11 വർഷം രാജ്യം സാമ്പത്തികമായി വൻതോതിൽ മുന്നേറിയെന്ന് പറഞ്ഞ രാഷ്ട്രപതി ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം. ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. 2026-27 കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. ഞായറാഴ്ച പൊതുബജറ്റ് അവതരണം ഇതാദ്യമായാണ്. ബജറ്റ് അവതരണത്തിന് ശേഷം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയത്തിന്മേൽ ഇരുസഭകളിലും ചർച്ചയുണ്ടാകും. ന്യൂസ് ഡെസ്ക്, അമൃത TV. ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം അവസാന ആഴ്ചയിലേക്ക് കടന്നതോടെ നിളാതീരത്ത് വൻ തിരക്കാണ്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി സന്യാസിമാരാണ് ഉത്സവത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ ശിഷ്യൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി 4 മണിയോടെ തിരുനാവായ തവനൂർ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തും. വൻ സ്വീകരണമാണ് സ്വാമിജിക്കായി ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി MM രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, സ്വാമിജിയെ ആചാരപൂർവ്വം വരവേൽക്കാനായുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണോ? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ പറഞ്ഞതുപോലെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് അറിയാം, ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം 2016 നിളാതീരത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ മാഘമഹോത്സവം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ചയായി തന്നെ നിരവധി ആളുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ നിളാ ആരതിക്കും മറ്റുമായി ഈ നിളാതീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗംഗാ ആരതിയുടെ മാതൃകയിലാണ് ഇത്തരത്തിലുള്ള നിളാ ആരതി ഉൾപ്പെടെ നടക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ ശിഷ്യനായിട്ടുള്ള സംപൂജ്യ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഏകദേശം 4 മണിയോടുകൂടി ഈ നിളാതീരത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം അദ്ദേഹം നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് എത്തുന്നത്. പിന്നീട് അതിനുശേഷമായിരിക്കും ശിവക്ഷേത്രവും ബ്രഹ്മാവും കുടികൊള്ളുന്ന ഈ ഒരു ഭാഗത്തേക്ക് എത്തുക, തവനൂർ ഭാഗത്തേക്ക് എത്തുക. പൂർണ്ണ കുംഭം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭക്തിഗാന സുധയുണ്ട്. പിന്നീട് നിള ആരതി ഉൾപ്പെടെയുള്ള ചടങ്ങുകളും ഇവിടെ നടക്കും. വിവിധ ആചാരങ്ങളിലും വിവിധ അനുഷ്ഠാനങ്ങളും ഉൾപ്പെടെ ഉള്ള സത്സംഗങ്ങളും വിദ്വൽ സദസ്സുകളുമായി നിളാതീരം സജീവമാണ്. ശരി രാഗേഷ്. സ്വാമിജി അമൃതസ്വരൂപാനന്ദപുരിയെ സ്വീകരിക്കുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും തിരുനാവായ തവനൂർ മഹാമാഘ മഹോത്സവത്തിൽ നിളാതീരത്ത് തയ്യാറായി കഴിഞ്ഞു എന്നതാണ് രാഗേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം അനുവദിച്ച് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി. അറസ്റ്റിലായി 2 ആഴ്ച പിന്നിടുമ്പോഴാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത്.
എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. പരാതിക്കാരിയെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ പാടില്ല. അന്വേഷണവുമായി സഹകരിക്കണം. സമൂഹമാധ്യമങ്ങൾ വഴി അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് എന്നീ നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ 50,000 രൂപയും 2 ആൾ ജാമ്യവും നൽകണമെന്നും ജാമ്യവിധിയിൽ പറയുന്നു. ഇതോടെ മാവേലിക്കര സബ് ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ടോടെ ജയിൽ മോചിതനാകും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടവകത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കുക. തിരുവനന്തപുരത്തും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം. ഫണ്ട് തട്ടിപ്പിന് തരം താഴ്ത്തിയ നേതാവിന് വീണ്ടും പദവി നൽകിയെന്നും മന്ത്രി വി ശിവൻകുട്ടിയാണ് അതിന് പിന്നിലെന്നുമാണ് ആരോപണം. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് മുൻ ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ 5 ലക്ഷം വകമാറ്റിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. തരം താഴ്ത്തിയ ലോക്കൽ സെക്രട്ടറിക്ക് CITU ജില്ലാ സെക്രട്ടറി പദവി നൽകുകയും ചെയ്തു. ആരോപണത്തിന് പിന്നാലെ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് CPM വിടാൻ ഒരുങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫണ്ട് കളക്റ്റായി 10 രൂപ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 5 രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇടുകയും 5 രൂപ പാർട്ടി ഫണ്ടിലേക്ക് 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 5 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ കൊടുക്കുകയും ബാക്കി 5 ലക്ഷം. ഇന്ത്യ ന്യൂസിലൻഡ് 4ാം T20 ഇന്ന് ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച ടീം ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞു. ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം 3 മത്സരങ്ങളിലും നിറം മങ്ങിയ സഞ്ജു സാംസണ് ഇന്ന് നിർണായകമാണ്. ആദ്യ മത്സരത്തിൽ 10 റൺസും 2ാം മത്സരത്തിൽ 6 റൺസും 3ാം മത്സരത്തിൽ റൺസ് ഒന്നും എടുക്കാതെയുമാണ് സഞ്ജു പുറത്തായത്. ലോകകപ്പ് ടീമിൽ ഇടം നേടിയെങ്കിലും സ്ഥാനമുറപ്പിക്കാൻ സഞ്ജുവിന് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരും. രാത്രി 7 മണി മുതൽ വിശാഖപട്ടണത്താണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.